ഒരിക്കലും ഒരു ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല. നമ്മൾ സ്വീകരിക്കേണ്ട വിനയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ കുറ്റമായി കാണുന്നതും തങ്ങൾ കുറ്റമായി കണ്ടിട്ടില്ല. അംർ ഇബ്നു അഖ്തബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അംർ ഇബ്നു അഖ്തബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് മഹാനവർകൾ വെള്ളം കൊണ്ടുവന്നു കൊടുത്തു. മരത്തിന്റെ പാത്രത്തിലാ വെള്ളം കൊണ്ടുവന്നു കൊടുത്തത്, മരപാത്രത്തിൽ. ആ പാത്രത്തിലേക്ക് തങ്ങൾ നോക്കിയപ്പോ ഒരു മുടി കണ്ടു വെള്ളത്തിൽ. നമുക്ക് ചോറിൽ നിന്ന് ചാറ്റിൽ നിന്ന് മറ്റേന്നൊരു മുടി കിട്ടിയ എന്താ നമ്മളെ നിലപാട്? നജസല്ലാതെ ഇത് ഈ ഇവിടെ ചാറ്റിൽ നിന്നൊക്കെ ഒരു മുടിയല്ലേ, കൂടെ കിടന്ന് എണീക്കുമ്പോ 10-15 അവിടെ മുടി ആയിട്ടുണ്ടാവും. ഒരു പ്രശ്നമില്ല, മുറാദാസിലായതുകൊണ്ടായിരിക്കും. അല്ല ചിന്തിക്കണല്ലോ, നമ്മൾ പഠിക്കണല്ലോ. രാവിലെ എണീക്കുമ്പോ കാണാൻ മുടിക്ക് ഒരു പ്രശ്നമില്ല. ഈ ചാറ്റിലെ ചോദിച്ചൊരു മുടി കണ്ട പഠിച്ചോനെ ആകെ പ്രശ്ന. ബദ്രൂഹ് ഒപ്പായിരിക്കും ചില കുട്ടികൾ. ഒരു ചീത്തയും പറയരുത്, ഒരു കുറ്റവും പറയരുത്. ഞാൻ ഫുള്ള് പെണ്ണുങ്ങൾക്ക് അനുകൂലമായി സംസാരിച്ചു നിങ്ങൾ പറയരുത്. നമ്മൾ സ്വീകരിക്കേണ്ട വിനയത്തിന്റെ സ്വഭാവങ്ങളാണ്. ആ വെള്ളപാത്രത്തിന്റെ ഉള്ളിൽ നിന്ന് വെള്ളത്തിൽ നിന്നൊരു മുടി കിട്ടി തങ്ങൾക്ക്. തങ്ങൾ ആ മുടി പുറത്തെടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ജമ്മിൽഹു. അംർ ഇബ്നു അഖ്തബുൽ അൻസാരി തങ്ങൾക്ക് നീ അഴക് നിലനിർത്തി കൊടുക്കുക അല്ലാഹ്, സൗന്ദര്യം നിലനിർത്തി കൊടുക്കുക അല്ലാഹ്. നാളെ പിറ്റേന്ന് ഭക്ഷണത്തിൽ നിന്ന് മുടി കിട്ടിയാൽ, വെള്ളത്തിൽ നിന്ന് മുടി കിട്ടിയാൽ, നിങ്ങളെ സ്വന്തക്കാരുടെ മുടിയാണല്ലോ, വീട്ടിൽ നിന്ന് വന്ന മുടിയല്ലേ, പുറത്തുനിന്നുള്ളതല്ലോ. എടുത്തിട്ട് ചെയ്യേണ്ട ശൈലി എന്താണ്? ചീത്ത പറയലല്ല, വെള്ളം മൊത്തം ഒഴിച്ചു കളയലല്ല, ഭക്ഷണം കൊണ്ടുപോയി വേസ്റ്റ് കുട്ടയിലേക്ക് തള്ളലല്ല. തങ്ങൾ ചെയ്തു അല്ലാഹുമ്മ ജമ്മിൽഹു, ദുആ ചെയ്തു കൊടുക്കൂ, അല്ലാഹുമ്മ ജമ്മിൽഹു. ഈ മുടിക്ക് നീ അഴക് നിലനിർത്തി കൊടുക്കണം, ഈ സ്വഹാബിക്ക് അഴക് നിലനിർത്തി കൊടുക്കണം. പെണ്ണുങ്ങളാണോ അല്ലാഹുമ്മ ജമ്മിൽഹാ, എന്റെ ഭാര്യയുടെ ജമാലിയത്ത് നിലനിർത്തി കൊടുക്കുക അല്ലാഹ്, ആരോഗ്യവും ഭംഗിയും നിലനിർത്തി കൊടുക്കുക അല്ലാഹ്. നമ്മളെ 65ന്റെ പ്രായാധിക്യത്തിന് ഭാര്യ ഇങ്ങനെ 25ന്റെ പ്രൗഢിയിൽ കണ്ട നമ്മളെ പൗതി മുക്കാൽ അസുഖം മാറില്ലതുകൊണ്ട് മാറാതെ ലാഫിയത്തിലിങ്ങനെ സലാമത്തിൽ നമ്മളെ താങ്ങാനും പിടിക്കാനും സന്തോഷിപ്പിക്കാനും. ഒരു പല്ലും പോയില്ല, ഒരു മുടിയും കറുത്ത് വെളുത്തിട്ടില്ല, എങ്ങനെ നിൽക്കുകയാണെങ്കിൽ രസമുണ്ടാവും. ചെറുതാണ്, സന്തോഷം ഉണ്ടാവൂലേ? മുത്തനബി തങ്ങൾ ആ മുടി എടുത്തിട്ട് ദ്വാരന്ന് കൊടുത്തു. എന്നിട്ട് ആ വെള്ളം ഒഴിവാക്കിയോ? ഇല്ല. ആ വെള്ളം തങ്ങൾ കുടിച്ചു. ആ വെള്ളം ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഞാനൊരു ദിവസം വാലിന് പോയിട്ട് അന്ന് ഭക്ഷണമൊക്കെ പിന്നാലെ കഴിച്ചു. ഇപ്പൊ മുന്നിലാട്ടോ. ഇവിടെ വന്ന് നല്ല ഭക്ഷണം കിട്ടി, അല്ലാഹു ബർക്കത്ത് തട്ടി കൊടുക്കട്ടെ. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി. അന്നൊക്കെ ശേഷം മതി എന്ന് പറയില്ലേ, അപ്പൊ പിന്നെ കഴിയൂല. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോയി. ഒരു നല്ല മനുഷ്യൻ എന്നെ കൊണ്ടുപോയത്. അവിടെ എത്തിയപ്പോ മൂപ്പർക്ക് ഒരു മുടി കിട്ടി. ഞങ്ങൾ ഒരുമിച്ച ഭക്ഷണം കഴിക്കുന്നത്, ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ. മൂപ്പർ എഴുന്നേൽക്കാൻ മുമ്പ് ഞാൻ എന്റെ ഇടത്തെ കൈ കൊണ്ട് ഞാൻ അങ്ങനെ പിടിച്ചു. സാരല്ല, പ്രശ്നമില്ല. നമ്മളൊന്ന് ആലോചിച്ചു, ആ കുടുംബത്തിന്റെ അടുത്ത് പോയി പിന്നെ ചീത്ത പറയുമ്പോ എത്ര ഒരു മനസ്സിൽ വിഷമുണ്ടാവും. ഒരു പരിചയമില്ലാത്ത വാലറിന്റെ ഒരു മൂലിര വീട്ടിൽ വന്നിട്ട് ഇയാൾ അവിടെ എത്തിയിട്ട് അവിടെ ചീത്ത അറിയാൻ സൈക്കോ സഹോദരങ്ങളെ, നമുക്കെന്നെ സഹിക്കുന്നു. അയാളിങ്ങനെ ചീത്ത പറഞ്ഞു, എനിക്ക് മനസ്സിലാകില്ല. പിന്നെ നമ്മൾ ഒരു ഉപ്പാന്റെ സ്ഥാനല്ലേ, നമ്മളെങ്ങനെ കൂടുതൽ പറയും. ഞാനൊന്നിങ്ങനെ പിടിച്ചിട്ട് സാരില്ല, പ്രശ്നാക്കണ്ട, വിഷയാക്കണ്ട. മൂപ്പര് എണീറ്റൊരു പോക്കാണ് പോയി. പിന്നുള്ളത് പറയണ്ട. എന്തൊരു വിഷമം. ഞാൻ അങ്ങനെ കുറെ ചിന്തിച്ചു. നമ്മളെ ഉമ്മാന്റെ സ്ഥാനത്തല്ലേ ആ ഉമ്മയും, നമ്മളെ പെങ്ങളെ സ്ഥാനത്തല്ലേ ആ പെങ്ങളും, നമ്മളെ ഭാര്യന്റെ സ്ഥാനത്തല്ലേ ആ ഭാര്യ. അവരിങ്ങനെ മനസ്സ് നീറൂലേ? പുറത്തുനിന്നൊരു ഗസ്റ്റ് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ചൂടായാലും എങ്ങനെ ഉണ്ടാവും? ചീത്ത പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും, അടിച്ചാൽ അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു ചീത്ത പറഞ്ഞാൽ എന്തൊരു സങ്കടം ഉണ്ടാവും. അരുതൊരിക്കലും ചെയ്യരുത്. പിന്നെ എനിക്ക് തോന്നി അല്ലാഹു തആലാന്റെ ഖലാ, മൂപ്പർ എണീറ്റ് പോയത് എനിക്ക് ഖൈറായിരിക്കും. മൂപ്പർ പോയപ്പോ എനിക്കൊരു മുടി കിട്ടി. അപ്പൊ ഞാൻ അങ്ങനെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഇത് മൂപ്പർ കണ്ടിട്ടാ പോണെങ്കിൽ അടിയോടെ ഉറപ്പാ. ചീത്തൊന്നല്ല ഉണ്ടാകുക. ഞാനത് പതുക്കെ നജസ്സൊന്നും അല്ലല്ലോ. എന്താ ഇത്ര കാര്യമായിട്ട് ഒന്നുമില്ല, നജസ്സൊന്നുമല്ലത്, നജസ്സല്ല. അതങ്ങനെ ദ്വാരന്നിട്ട് അങ്ങനെ ഇടാനേ ഉള്ളൂ, ഒരു പ്രശ്നം അതിലില്ല. എന്തിനാ നമ്മൾ നമ്മൾ പാരാ? ഓ, ഞമ്മക്ക് ഇങ്ങനെ 5 സ്റ്റാർ ഭക്ഷണം കിട്ടുന്ന അമ്പ്യാക്കൾ ഇനി അടുത്ത സ്റ്റേജിലാണ്.
നമ്മൾ സാധാരണക്കാരല്ലേ. നമ്മൾ അവിടെല്ലേ നമ്മുടെ ശരീരത്തൊക്കെ പാകപ്പെടുത്തേണ്ടത്. തിരിച്ചു വന്നപ്പോ ഞാൻ പറഞ്ഞു, സാരല്ല, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ എന്നും കഴിക്കുന്ന പോലെ നന്നായി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പോകുമ്പോ പിന്നെ അവിടെ ഉമ്മാനോട് പറഞ്ഞു, സാരല്ല കേട്ടോ, വിഷമിക്കണ്ട. അത് ഉപ്പാക്ക് ഇങ്ങനെ മാനസിക പ്രയാസം വന്നിട്ട് ഉപ്പ ചീത്തറിനാണ്. എനിക്കതിലൊന്നും തോന്നിയിട്ടില്ല, നിങ്ങൾ വിഷമൊന്നും കരുതണ്ട. സങ്കടം മനസ്സിൽ വരാക്കൂ സഹോദരങ്ങളെ, ഒരിക്കലും ചെയ്യരുത്. മുത്തനബി നിങ്ങൾ ദ്വാരുന്ന കണ്ടങ്ങൾ ഈ ഹദീസായിരിക്കും ഇവിടെയുള്ള നാട്ടിലുള്ള അമ്മമാർക്ക് ഏറ്റവും ഓർമ്മ ഉണ്ടാകുക. അംർ ബിൻ അഖ്തബുൽ അൻസാരി റളിയല്ലാഹു അൻഹു ദ്വാരുന്ന കൊടുത്ത ഹദീസ്. തങ്ങളെ വിനയാ നമ്മൾ പഠിക്കേണ്ടത്. സ്വഹാബത്ത് പറയുന്നു, ഫറഅയ്തുഹു, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന മഹാൻ പറയുന്നു, ഫറഅയ്തുഹു വഹുവ ബിനു 93 വയസ്സിൽ ആ സ്വഹാബിയെ ഞാൻ കണ്ടു. താടിയിലോ തലയിലോ ഒരൊറ്റ രോമവും നരച്ചിട്ടില്ല. അതിനാ തങ്ങൾ ദ്വാരം കൊടുത്തു, അല്ലാഹുമ്മ ജമ്മിൽ. ഇപ്പൊ നിങ്ങൾക്ക് ദ്വാരക്കാൻ പോതില്ലേ? ദ്വാരം കൊടുത്തു. ആരോഗ്യ അഴകൊക്കെ നിലക്കട്ടെ, നല്ല റാഹത്ത്. അല്ല, ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഒന്ന് ആലോചിച്ചു. നമ്മളൊരു 65 70 പ്രായാധിക്യത്തിൽ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ പതുക്കെ അല്ലാഹു നിൽക്കുമ്പോ നമുക്ക് നല്ല ആരോഗ്യവും സന്തോഷവും ആഫിയത്തും ഭംഗിയൊക്കെ ഉള്ള ഒരു ഇണയാണെങ്കിൽ പകുതി മരുന്ന് മതി, ഫുള്ള് വേണ്ട. അവരാ വർത്തമാനം, ആ സമീപനം ഒക്കെ സന്തോഷം ഉണ്ടാവും. ചെറുതല്ല, വളരെ വലുതാണ്.